ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഓഫീസുള്ള ദിവസമായി. ഇന്ന് ദിവസം 18 സെപ്റ്റംബർ 2025. ഇപ്പോൾ 8 ആയി. ഞാൻ എണീച്ചിട്ട് കുറച്ച് നേരമായി. ഞാൻ ഒരു 6:30 തൊട്ടിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമായിരുന്നു, എണീക്കായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ലേറ്റ് ആയി പോയി. 11 സംതിങ് ആയി. പിന്നെ ഞാൻ കിടന്നപ്പോൾ 12 ആയി. അപ്പം എനിക്ക് എൻ്റെ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ മൊത്തം എനർജി ഭയങ്കര ലോ ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു കുറച്ചു നേരം കൂടെ കിടക്കാമെന്ന്. ഞാൻ ഇന്ന് മോർണിംഗ് വർക്ക്ഔട്ടിന് പോവാന്ന് വിചാരിച്ചു. പക്ഷെ മോർണിംഗ് വർക്ക്ഔട്ട് ആൻഡ് മോർണിംഗ് എണീക്കുന്ന കാര്യത്തില് ഒന്നും അത് ശരിയാവുന്നില്ല. എനിക്കൊന്ന് കുറച്ചുകൂടെ ശരിയാക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ പോയില്ല. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം പോകും. യെസ്, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഓൾമോസ്റ്റ് എന്നും ഞാൻ സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാറ്. അതായത് ബ്രെഡ് ടോസ്റ്റ് വിത്ത് പീനട്ട് ബട്ടർ. അപ്പം ഞാൻ അതിന് ഒരു പഴമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പഴം കഴിക്കും രാവിലെ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് വിത്ത് പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. ആൻഡ് എഗ്സ്. യെസ്, എന്നോട് ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം എൻ്റെ ട്രെയിനർ കുറേ എഗ്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ എഗ്സ് ഒന്നും കഴിക്കാറില്ല, പച്ചമ്മ അത്ര കഴിക്കും. അത് ഞാൻ രാവിലെ 2 ബോയിൽ ചെയ്തിട്ട് കഴിക്കും. ഏറ്റവും ഈസി ബോയിൽഡ് എഗ്ഗാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. രാവിലെ തന്നെ കുറച്ച് ലിപ് ബാം ഇടാം. ഇവിടെ ഫുഡല്ല കേട്ടോ, അതിൻ്റെ ഒരു കുരുവാണ്. ഇതാണ് പ്ലിക്സിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം പുറത്തു പോയി. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ എങ്ങനെയോ ജാമായിപ്പോയി. അപ്പോൾ പുറത്തു പോയി. അല്ല, ഓക്കേ. ഇവിടെയൊക്കെ ആർക്കെങ്കിലും കുരു വരുമോ എനിക്കറിയില്ല. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ബുക്ക് വായിക്കാം. ഇതാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്ക്. 101 Essays That Will Change the Way You Think. നിങ്ങളുടെ പൊട്ട ചിന്താഗതി ആണെങ്കിൽ ഇത് വായിച്ചാൽ മതി. നല്ല ചിന്താഗതി ആയിക്കോളും. അയ്യോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉറുമ്പ് വരെ. എൻ്റെ ഒരു സാധനം ഉണ്ട്, ഹിറ്റ് പോലത്തെ ഉറുമ്പിനെ കൊല്ലണത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഉറുമ്പുണ്ട്. ഞാൻ ലാസ്റ്റ് ഈ ഉറുമ്പിനെ കൊല്ലണ സാധനം അടിച്ചടിച്ച് ഞാൻ ചാവുന്നു തോന്നുന്നു. കാരണം അതിൻ്റെ മണം കാരണം എനിക്ക് ഉറുമ്പിനെ കാണുമ്പോൾ ഇറിറ്റേഷൻ വരും. അപ്പം ഞാൻ എവിടെ കണ്ടാലും അപ്പോൾ സ്പ്രേ എടുത്ത് അടിക്കും. യെസ്, അപ്പോൾ ലെറ്റ്സ് റീഡ് ദിസ് ബുക്ക്. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളി ബുക്കാണ്. ഇപ്പം ഞാൻ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 signs only problem with your life is that you think about it more than you live it. അത് ആക്ച്വലി വാഷ് ചെയ്ത ക്ലോത്ത്സാണ്. ഞാൻ മടക്കി വെച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അതാണ്ട് അത് വാഷ് ചെയ്യാണ്ട് കിടക്കുന്ന ക്ലോത്ത്സ് അല്ല. ഈ ബുക്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ബിലീവ് ചെയ്യുന്ന കുറേ തിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചാലഞ്ച് ചെയ്യുന്ന കുറേ തോട്ട്സാ. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മുടെ ലൈഫ് ആക്ച്വലി ഇരിക്കുന്നതിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. കുറേ തിങ്സ് നമുക്ക് എന്താ പറയാ വീണ്ടും റീതിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തിങ്സ്, ചെറിയ ചെറിയ ആക്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ആവും, അങ്ങനത്തെയൊക്കെ. നമ്മുടെ കുറച്ചുകൂടെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് പറ്റിയ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് ഞാൻ ആക്ച്വലി എനിക്കൊരു റീഡിങ് ഹാബിറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണം വെച്ച് റീഡ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ പല ബുക്സ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. എനിക്ക് പക്ഷെ സ്റ്റോറി ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കൊന്നും ഒട്ടും എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് ചിലപ്പോൾ ഞാൻ നല്ല ബുക്സ് വായിക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കൈൻഡ് ഓഫ് ജോണറിൽ. പക്ഷെ പിന്നെ ഞാൻ എന്താ പറയുക, സെൽഫ് ഹെൽപ്പ് ബുക്സ്, ഞാൻ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത് ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ നൈസ്, ആക്ച്വലി ഐ എം ലേണിങ് സംതിങ് ഫ്രം ദിസ് എന്നൊക്കെ ഒരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് ഞാനിത് പോയി വായിക്കട്ടെ. എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ കുറേ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നതും, പിന്നെ നമ്മുടെ പ്രോബ്ലംസ് ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുവാണെങ്കിൽ ആക്ച്വലി അതിൽ കുറേയൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ് കാരണം വരുന്ന തിങ്സ് ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കിങ്ങനെ അത്രയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം എന്നില്ല. പക്ഷെ നമ്മളിതൊരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ ദിസ് മേക്ക് സെൻസ്, അല്ലെങ്കിൽ ഇതിൽ കാര്യമുണ്ട്, അങ്ങനെയൊക്കെ തോന്നും. യെസ്, ബൈ ബൈ. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഓഫീസിൽ പോകണം. ഞാൻ മിക്കപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോൾ ഓഫീസിൽ പോയിട്ടുള്ള പാർട്ട് എപ്പോഴും മറക്കും.
എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യാറ്. ഞാൻ ടോസ്റ്റ് ചെയ്യാനുണ്ടല്ലോ കുറച്ച് നേരം വെക്കും. ലൈക്ക് ലോ ടെമ്പറേച്ചറിൽ എൻ്റെ ബ്രെഡ് ഞാൻ കുറച്ച് നേരം വെക്കും. കാരണം എൻ്റെ കയ്യിൽ ടോസ്റ്റർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ശരിക്കും ടോസ്റ്റ് ചെയ്ത് വരുന്ന പോലെ വരും. ഞാനപ്പോൾ എൻ്റെ 2 eggs ആൻഡ് ബ്രെഡ് ടോസ്റ്റ് കഴിക്കുക. ഞാനിപ്പോൾ മോസ്റ്റ് ഡേയ്സ് ഇതാണ് കഴിക്കാറ്. കാരണം ഇതാണ് എനിക്ക് ഏറ്റവും ഈസി ആൻഡ് എളുപ്പം. ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പം തന്നെയാണ്. യെസ്, ലെറ്റ്സ് ഡു മൈ സ്കിൻ കെയർ. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ബെനൂസിയൻ്റെ ആക്നെ കൺട്രോൾ മോയ്സ്ചറൈസർ. ഇതെൻ്റെ ഡോക്ടർ തന്നതാ. ഇത് യൂസ് ചെയ്ത് ഭയങ്കര ലൈറ്റാ. അപ്പോൾ എനിക്ക് ഈ കണ്ണിൻ്റെ അടിയിലും ഇവിടെയൊക്കെ കുറച്ചുകൂടി ഡ്രൈ ആവുന്ന പോലെ തോന്നും. നോസിൻ്റെ അവിടെയൊക്കെ എക്സ്ട്രാ ഡ്രൈ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അക്വലോജിക്കാൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അതും ജെൽ മോയ്സ്ചറൈസർ, പെട്ടെന്ന് അബ്സോർബ് ആവും. ഞാനത് കുറേ എടുക്കില്ല, കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഭയങ്കര എൻ്റെ ഐബ്രോസിൻ്റെ അവിടെ ലൈക്ക് ഡ്രൈ ആവുന്ന ഏരിയാസിൽ കുറച്ചും കൂടെ. ലിപ് ബാം ഫ്ലിക്സിൻ്റെ. ഇനി സൺസ്ക്രീൻ. എനിക്ക് ഡോക്ടർ തന്ന സൺസ്ക്രീൻ കഴിഞ്ഞു. എവിടെ ലൂബി ഡോക്സിൻ്റെ ഇത് കഴിഞ്ഞു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. അതും വാട്ടർ ബേസ്ഡ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവും ആൻഡ് നോൺ കൊമിഡോജെനിക് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യാൻ. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും അത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാനിത് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതാ കഴിഞ്ഞു. ഇനി നമുക്കിങ്ങനെ പോവാം. ഭയങ്കര എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് അത് പെട്ടെന്ന് അബ്സോർബ് ആവും. നിങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ആര് പ്രോഡക്ട്സ് പറയുകയാണെങ്കിലും, ഇപ്പം ഞാൻ പ്രോഡക്ട്സ് പറയുകയാണെങ്കിലും വേറെ ഏത് ഇൻഫ്ലുവൻസേഴ്സ് പ്രോഡക്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് പ്രോഡക്ട്സ് ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വർക്ക് ആവും, ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവില്ല. കാരണം അത് അവർ യൂണിവേഴ്സലി എല്ലാവർക്കും വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും. പക്ഷെ ചില പ്രോഡക്ട്സ് ചിലവർക്ക് ഒട്ടും അവരുടെ സ്കിന്നിന് അത് പറ്റില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേണം എല്ലാ തിങ്സും മേടിക്കാൻ. അപ്പോൾ കാണുന്ന എല്ലാം പോയി അങ്ങ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറെ പ്രോഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇതിൽ വേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഉണ്ട്, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആവുന്നത് ആൻഡ് വർക്ക് ആവുന്നത് ഉണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് റിയാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ആക്നെ വരുന്ന പോലെ തോന്നുകയോ അങ്ങനെ എന്തോ ആണെങ്കിൽ, ഇറിറ്റേറ്റ് ഒക്കെ ആവുമ്പം അത് സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് കുറച്ച് ഐബ്രോസ് ഫിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ വേഗം റെഡി ആയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പോട്ടെ, കാരണം എൻ്റെ ഓഫീസ് ടൈം ആയി. ജസ്റ്റ് കുറച്ച് മാത്രം. ഇതെൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഇത് ആൾക്കാർ കണ്ട് മടുത്ത് കാണും, കാരണം ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാത്തത്. കുറച്ച് ലിപ്സ്റ്റിക് എന്തൊരു ചൂടാണ്. ഞാനുണ്ടല്ലോ സംസാരിക്കുമ്പോൾ സൗണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക. ഐ ആം റെഡി ടു ഗോ. ഞാൻ ഓഫീസിൽ പോട്ടെ. ബൈ ബൈ. എനിക്ക് പോകണ്ട, പക്ഷെ എനിക്ക് പോകണം. ബൈ ബൈ. ഞാനുണ്ടല്ലോ തേഴ്സ്ഡേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തേഴ്സ്ഡേ പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല വീഡിയോസ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൂവി ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ മൂവി അല്ല, എൻ്റെ ഫ്രണ്ട് ഒരു മൂവിയിൽ സബ് ടൈറ്റിൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മൂവി കാണാൻ പോകാം. മിറാഷ് എന്ന് പറഞ്ഞ മൂവിയിൽ ആസിഫ് അലിയുടെ.
ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് റെഡി ആയിട്ട് അതിന് പോവാം. യെസ്, ഞാനിപ്പോൾ മെട്രോ കയറാൻ നിൽക്കാം. ഭയങ്കര അടിപൊളി സ്കൈയാണ്. ഇന്നലെ ഞാനത് കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി, അനഘേനെ കാണാൻ പോയി കാക്കനാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ബോക്സിങ്ങിന് പോയായിരുന്നു, അതും എടുത്തില്ല. ഐ എം എ വെരി ബാഡ് വ്ളോഗർ ആൻഡ് എനിക്ക് പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ അതും വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. സ്റ്റിൽ എന്നാലും ഇതാവും. പക്ഷേ ഭയങ്കര അടിപൊളി സ്കൈ. എനിക്ക് മെട്രോയിലിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് എന്തൊരു ഭംഗിയാണ്. എനിക്ക് ആക്ച്വലി ഈവനിങ് സൺസെറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൺറൈസൊക്കെ ഭയങ്കര നൈസാണ്. എൻ്റെ ടെറസിൽ നിന്ന് കുറച്ച് കാണാൻ പറ്റും, പക്ഷെ അധികം കാണാൻ പറ്റില്ല. ഓക്കെ, ബൈ ബൈ. ആൻഡ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാനുണ്ടല്ലോ, എനിക്ക് തണുക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വെറ്റർ ഇട്ടിരിക്കാം. പക്ഷെ ഇപ്പം നല്ല ചൂടാണ്. ഹായ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു തോന്നുന്നു. ഞാൻ മൂവി കണ്ടു, പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ രാത്രി നല്ല ലേറ്റായി, ലൈക്ക് ഒരു 12 ഒക്കെ ആയി എത്തിയപ്പോൾ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തില്ല. ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മസിൽസ് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. യെസ്, അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെന്താ, ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ എപ്പോഴും കഴിക്കുന്ന പോലത്തെ ബ്രെഡും പീനട്ട് ബട്ടറും ഒരു എഗ്സും പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം വായിച്ചു. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ജിമ്മിൽ പോകാൻ റെഡി ആയപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് പോവാമെന്ന്. ഈവനിങ് ഉണ്ട് ജിമ്മ് 6:30. അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് പോവുമായിരിക്കും. പിന്നെ ചിലപ്പോൾ എനിക്കൊരു ഇവൻറ്റ് പോലെ ഉണ്ട്, അതിന് പോകേണ്ടി വരും. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന്. എന്നാൽ ഈ സാറ്റർഡേയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ടുമോറോ. ഭയങ്കര ഫണ്ണാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ. പക്ഷെ അത്ര ഫണ്ണല്ല നമ്മൾ തുണിയെല്ലാം കഴുകി വിരിച്ചിടണം എന്ന് പറയുമ്പോൾ. ഇതെൻ്റെ താമസിക്കുന്ന അവിടുത്തെ ടെറസാ. ഫുൾ എന്തൊക്കെയോ സാധനങ്ങൾ അവരുടെ ഒരു നാടക ടീമിൻ്റെ സാധനങ്ങൾ പോലെയുണ്ട്. അപ്പോൾ ഞാനിനി കുളിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകും. ആൻഡ് ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഓ നോ, ബേർഡ് പൂപ്സ് എവരിവെയർ. യെസ്, അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ പോകുമായിരിക്കും. ഹായ് ഗായ്സ്, ഞാനപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാം. പക്ഷെ അപ്പോഴാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഒരാൾ. ഞാനൊരു ഇവൻറ്റിന് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഇവൻ്റ് അല്ല, ഒരു ഡൈസണിൻ്റെ സ്റ്റോർ ലോഞ്ച് ഉണ്ട്. അപ്പോൾ വെറുതെ ജസ്റ്റ് പോവാം, ജസ്റ്റ് സ്റ്റോർ വിസിറ്റ് പോലെ. അപ്പോൾ ഞാൻ ബാഡ്മിൻ്റന് 2:30 ബുക്ക് ചെയ്തു. അത് 2:30 to 3:30. അത് കഴിഞ്ഞ് 4-നാണ് ഞാൻ മോളിൽ പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നേരെ പോകേണ്ടി വരും. യെസ്, അപ്പോൾ ഞാൻ Q&A പോലെ ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിച്ചായിരുന്നു. ഞാനിത് മൊത്തം പുറത്ത് പോയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ തേക്കുന്നത്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോബ് എന്താണ്, ഞാൻ എന്താണ് പഠിച്ചത്. ഞാൻ ആക്ച്വലി 2019-2023 ബാച്ച് എൻജിനീയറിംഗ് ബാച്ചായിരുന്നു. ഞാൻ പഠിച്ചത് ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. ഓൾമോസ്റ്റ് സെയിം തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് IT. അതാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് 2023 ഞാൻ ഒരു ബാങ്കിൻ്റെ ഫൈനാൻസിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ പോലെ. ഫസ്റ്റ് ഞാൻ ബാക്ക് എൻഡ് സപ്പോർട്ടായിട്ടാണ് കയറിയത്. പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് അവിടുന്ന് ആ സെയിം കമ്പനിയിൽ തന്നെ മാറി. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് ആൻഡ് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം മോഡലിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി മോഡലിംഗ് ഒക്കെ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ലൈക്ക് എനിക്ക് ഫൈനാൻഷ്യലി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല മോഡലിംഗ് വർക്ക്സ് വെച്ച് മാത്രം. അപ്പോൾ വൺസ് എനിക്ക് കോണ്ടന്റ് ആൻഡ് മോഡലിംഗ് ത്രൂ എനിക്ക് എന്നെ എൻ്റെ ഫാമിലിനെയൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ടൈം വരുവാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഐ വിൽ ക്വിറ്റ്. യെസ്, പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്? പിന്നെ ഹെവി
എന്താ പറയുക ഹെവി ചെസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ അണ്ടർ വെയേഴ്സിനെ പറ്റി ചോദിച്ചായിരുന്നു. പക്ഷെ അത് എനിക്ക് സത്യമായിട്ട് അറിയില്ല, കാരണം എനിക്ക് ഏറ്റവും സ്മോളസ്റ്റ് ചെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ആക്ച്വലി നിപ്പിൾ പേസ്റ്റീസ് വെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഞാൻ ഒരു ബ്രാ യൂസ് ചെയ്തില്ലെങ്കിലും മനസ്സിലാവുക പോലുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് ഒരു ബ്രാ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സിമിലർ ബോഡി സ്ട്രക്ചറുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബോഡി സ്ട്രക്ചറുള്ള ക്രിയേറ്റേഴ്സിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണും എത്ര ഡിഫറെൻറ്റ് സൈസിലുള്ള ആൾക്കാരെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം മൊത്തം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആൻഡ് ആരോ എന്നോട് ചോദിച്ചായിരുന്നു ലൈക്ക് എൻ്റെ ഫാമിലീനെ പറ്റിയിട്ട്. ഞാൻ അമ്മേനെ പറ്റി പറയും, എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ തങ്കൂസ് ഉണ്ട്. തങ്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ് അല്ല, ബൈ ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ല. പക്ഷെ ആക്ച്വലി എനിക്ക് ബ്ലഡ് റിലേഷനുള്ള എൻ്റെ കുറേ ബന്ധുക്കളെക്കാട്ടിലും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് തങ്കമണിച്ചി. തങ്കമണി എന്ന പേര്, ഞാനിങ്ങനെ തങ്കൂസ് തങ്കമണിച്ചി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ചെറുതാവുമ്പോൾ തൊട്ട് ഞങ്ങളെ ഫുൾ നോക്കുന്നതും എന്താ പറയുക നമ്മുടെ അമ്മയ്ക്ക് ഹെൽപ്പിനും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലത്തെ മെയിൻ ക്യാരക്ടർ ഈസ് തങ്കൂസ്. എല്ലാം നോക്കും, എല്ലാം ഇത് അങ്ങനെ. അപ്പോൾ പണ്ട് തൊട്ടുള്ള ആളാണ്. ആൻഡ് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ അമ്മേനെ പറ്റി പറയാറുണ്ട്, പിന്നെന്താ സിസ്റ്റേഴ്സിനെ പറ്റി പറയാറുണ്ട്, അച്ഛനെ പറ്റി പറയാറില്ല എന്ന്. ആക്ച്വലി മൈ ഫാദർ പാസ്ഡ് അവേ 2018 ഞാൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ അച്ഛൻ ആക്ച്വലി ഹോക്കി കോച്ചായിരുന്നു, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ അതിനെപ്പറ്റി. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എന്തായിരുന്നു, ആക്ച്വലി എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു അപ്പാർട്ട്മെന്റ് കിട്ടിയതാ. ഇത് അത്ര റെന്റ് ഇല്ല കമ്പയർ ടു ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് പോലെ. ഇതൊരു 1 BHK പോലെ, ചെറിയ 1 BHK. എനിക്കിവിടെ 8500 റുപ്പീസാണ് എൻ്റെ മന്ത്ലി റെന്റ് വരുന്നത് ഇവിടുത്തെ. എനിക്ക് ഫസ്റ്റ് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതുകൊണ്ട് ഇനി ഇവിടെ കുറച്ച് നാൾ ഉണ്ടാവും. ആൻഡ് നല്ല ലൈറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. പക്ഷെ ഫർണിഷ്ഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കൊണ്ടുവന്നതാണ് എല്ലാം. ജസ്റ്റ് കട്ടിലുണ്ടായിരുന്നു, ലൈക്ക് ബെഡ് മാത്രം, വേറെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. യെസ്, വേറെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് വേഗം എന്താ പറയുക റെഡി ആയിട്ട് ബാഡ്മിൻ്റന് പോകണം. ബാഡ്മിൻ്റന് പോയി അവിടെ നിന്ന് റെഡി ആവാൻ പോലും സമയമില്ല. ഫുൾ സ്വെറ്റി ആയിട്ട് പോകേണ്ടി വരും ആ ഡൈസണിൻ്റെ ഷോപ്പിൽ. കുഴപ്പമില്ല, ഫോറം മോളിലാണ് അത്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ വന്നതാണ്. യെസ്, അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏജ് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. ഐ ആം 25 years old. ഞാൻ ജനിച്ചത് 2000 April 2022. അല്ലല്ല, 2000 April 22. April 22, 2000 അപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പം ഏജിൻ്റെ കാര്യത്തിൽ മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കേണ്ട കാര്യം ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിനു മുമ്പ് വേറെ കുറേ തിങ്സ് ചിന്തിക്കാനുണ്ട്. ലൈക്ക് ഫൈനാൻഷ്യലി കുറച്ച് നല്ല സ്റ്റേബിൾ ആവണം, എൻ്റെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്താ പറയുക എൻ്റെ കരിയർ വൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ആൻഡ് എല്ലാ ടൈമും ഒരു റൈറ്റ് ടൈമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുമായിരിക്കും. മേ ബി ചിലപ്പോൾ കല്യാണം കഴിക്കില്ലായിരിക്കും, അറിയില്ല. കാരണം അത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ആക്ച്വലി മാരേജിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ പേഴ്സൺസിൻ്റെ ലൈഫിന് ഭയങ്കര എന്താ പറയുക വാല്യൂ വരുന്നത് മാരേജ് കഴിഞ്ഞാൽ മാത്രമാണെന്നുള്ള പോലത്തെ ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ കല്യാണം കഴിക്കണം എന്നില്ല സത്യം. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് മാരേജ് കഴിഞ്ഞവരുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ഞാൻ എപ്പോഴും ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഉപദേശം എന്തായാലും ഇപ്പം കല്യാണം വേണോ എന്നായിരിക്കും. ഡെഫിനറ്റ്ലി അതായിരിക്കും. എന്നോട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ. പക്ഷേ പിന്നെ എല്ലാം അവരുടെ ഡിസിഷൻസാണ്. അപ്പോൾ എന്താ പറയുക അവർ എത്ര എന്താ പറയുക വെറുതെ ചിന്തിച്ചിട്ടൊക്കെയാണോ ലൈക്ക് ആ ഡിസിഷൻ എടുക്കുന്നത്, വെറുതെ റാൻഡം ആയിട്ടാണോ,
അതൊക്കെ മാറ്റർ ചെയ്യും. നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. ഭയങ്കര ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കണം നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഇവിടെ ആൾക്കാർ അതൊന്നും ചിന്തിക്കാറില്ല. അവർ ജസ്റ്റ് ഫാമിലി ഇഷ്ടപ്പെട്ടു, നാട്ടുകാരോട് ചോദിച്ചു, അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു പേഴ്സൺ അറിയ പോലും ഇല്ല, ജസ്റ്റ് നാട്ടുകാരോടൊക്കെ ചോദിച്ചു, ആൾക്കാർ നല്ല ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞു. നല്ല നല്ല അടിപൊളി ഫാമിലിയിലത്തെ ഭയങ്കര ബാഡ് പീപ്പിളിനെ എനിക്കറിയാം. ലൈക്ക് നമ്മൾ ഇൻ പേപ്പർ അവർ ഭയങ്കര അടിപൊളിയായിരിക്കും, ലൈക്ക് ഫാദർ മദർ അവരൊക്കെ നല്ല ജോബായിരിക്കും, അല്ലെങ്കിൽ നല്ല ലൈക്ക് ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കും, ഫാമിലിനെയും ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ അവരുടെ ക്യാരക്ടർ എനിക്ക് ലൈക്ക് അടുത്ത അറിയുമ്പോൾ ഞാനിങ്ങനെ മാൻ. അപ്പം അവരിനെയൊക്കെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ലൈക്ക് അന്വേഷിച്ച് നല്ല ഫാമിലി ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്താവും എന്നൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങളാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം. ഹായ് ഗായ്സ്, ഐ എം ബാക്ക്. ഞാൻ ഒരു ഡൈസൻ്റെ സ്റ്റോർ ലോഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ, ഒരു സ്റ്റോറി പോലെ എടുക്കാൻ വേണ്ടി പോയതാണ്. അത് ഞാൻ തിരിച്ചു വന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. ആക്ച്വലി യൂട്യൂബ് ചാനൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് ചാനൽസ് കാണാൻ. ഞാനിപ്പോഴും കുറേ വ്ളോഗുകൾ കാണും, എസ്പെഷ്യലി ഞാൻ ഇങ്ങനെ ഫാമിലി വ്ളോഗ് അങ്ങനത്തെയൊക്കെ കാണും. പക്ഷെ എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗേൾസിൻ്റെയൊക്കെ ഞാൻ കുറേ കാണും. ലൈക്ക് ഇവിടുത്തെ മലയാളത്തിലുള്ള ആൾക്കാരെയും കാണും, പക്ഷെ മോസ്റ്റ്ലി ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ കുറേയൊക്കെ കാണുമായിരുന്നു. മലയാളത്തിൽ എനിക്ക് അഹാന കൃഷ്ണൻ്റെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരാ, പിന്നെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല. പക്ഷെ എനിക്കിങ്ങനെ യൂഷ്വലി ഞാൻ കാണാറുള്ളത് ഒരു അവരൊറ്റയ്ക്ക് അപ്പാർട്ട്മെൻ്റ് എടുത്ത് അങ്ങനെ താമസിച്ച് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ഗേൾസിൻ്റെ ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കും എപ്പോഴെങ്കിലും ചെയ്യുമ്പം അങ്ങനെ ചെയ്യണം എന്ന്. പക്ഷേ യൂട്യൂബ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് കമ്പയർ ടു ഇൻസ്റ്റാഗ്രാം. കാരണം കുറേ ലോങ് ഫോം ആയതുകൊണ്ട് അത്രയും മെമ്മറി വേണം നമ്മുടെ ഫോണിൽ, സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ മോർ ടൈം എടുക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പം ഐ എം ട്രൈയിങ്. ആൻഡ് ഇൻകം ചോദിച്ചായിരുന്നു കുറേ ആൾക്കാർ. ഞാൻ ഇൻകമായിട്ട് പറയുന്നില്ല, ഞാൻ കറക്റ്റ് ഒരു നമ്പർ പറയാൻ അത്രയും ഒരു ഇതായിട്ടില്ല. ആവുമ്പം ഞാൻ പറയാം. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ വർക്ക് ത്രൂ എനിക്കൊരു സാലറി ഉണ്ട്. അതല്ലാണ്ട് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം ത്രൂ ബ്രാൻഡ് ഡീൽസ് ചെയ്യും. അപ്പോൾ അതും ത്രൂ ഒരു എമൗണ്ട് എനിക്ക് കിട്ടാറുണ്ട്. ആൻഡ് മോഡലിംഗ് വർക്ക്സ് ഭയങ്കര കുറവാണ്. യൂഷ്വലി ഞാൻ മോഡലിംഗ് വർക്ക്സൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യും. അങ്ങനെ മെയിൻലി എനിക്ക് അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ബ്രാൻഡ് ഡീൽസ് വഴി കിട്ടുന്നതാണ്. പക്ഷെ അത് മാത്രം വെച്ചിട്ട് എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റഗ്രാം ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. അതായത് ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 months ഒക്കെ എടുക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിക്കണം. അപ്പോൾ ഭയങ്കര ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം ഒരു മണി സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്കൊരു 2-3 months സാലറി ഇല്ല, പേയ്മെൻറ്റ്സും ഇല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സീനുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അല്ലെങ്കിൽ അത്രയും ഗ്രോ ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മോർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു തിങ്, നമുക്ക് വരുന്ന എല്ലാ ബ്രാൻഡഡ് കോണ്ടൻറ്റും എടുക്കാനും പറ്റില്ല. കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ലൈക്ക് ഞാൻ ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് അത്ര മോശമല്ല, കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. ആൻഡ് പിന്നെ കുറേ ഇങ്ങനെ കുറേ കള്ളം പറഞ്ഞ് എനിക്ക് ചെയ്യാനും പറ്റില്ല. ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്കത് വലിയ പ്രശ്നം തോന്നിയില്ല. ആൻഡ് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്ത് പറയാനും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് പറയുവാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക മാജിക് പ്രോഡക്റ്റാണെന്നൊന്നും പറഞ്ഞ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സെലക്റ്റീവായിട്ട് ആ ഓരോ ക്യാമ്പയിൻസ് എടുക്കാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ ഓൾറെഡി മേക്കപ്പ് റിമൂവ് ചെയ്തു. ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തത് ഗാർണിയറിൻ്റെ മിസെല്ലാർ വാട്ടർ ഉണ്ട്, അത് വെച്ചിട്ട് കോട്ടൺ പാഡ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക ചെയ്തേ. ഇനി രാത്രി ഞാൻ
ഒന്നല്ലെങ്കിൽ അക്വലോജിക്കാൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡോക്ടർ തന്ന ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ കിടക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ. സോറി, ഞാൻ സാധനം എറിഞ്ഞിപ്പോൾ പോയില്ല. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി ഷെയർ ചെയ്യാൻ പറഞ്ഞു. യെസ്, ആൻഡ് നിങ്ങൾക്ക് മോർ വ്ളോഗ് കാണണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ ഏതാ ദിവസം ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. ഇന്നിപ്പം ഐ തിങ്ക് 20th സെപ്റ്റംബർ ആണെന്ന്, സാറ്റർഡേ. നാളെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.